Watch India's largest kids library only on Jio Hotstar. Download the app now. ജോണാകാൻ പോകുന്നു ഡോൺ. മോട്ടു പത്ലു എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ വിടുന്നില്ല. പക്ഷെ അവർ മാത്രം ചായക്കടയിൽ സമോസ കഴിക്കുന്നു. ഇന്ന് എന്റെ പ്ലാൻ മോട്ടു പത്ലുവിന്റെ ജീവിതത്തിൽ കുറെ കാര്യങ്ങളെ മാറ്റി മറിക്കും. ബോസ് പിന്നെ ഇതൊക്കെ എങ്ങനെ നടക്കും? ശേഷം എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്ക്. ഇതാണ് വെളുത്ത കാക്ക. ഇത് നിങ്ങൾ പിടിച്ചോളൂ, ഞാനിപ്പോ വരാം. കൊറേ അങ്ങ് ആലോചിക്കാതെടാ. ചൂടായിട്ട് ചായയും സമോസയും കഴിക്കുന്നു. എന്നാ ശരി, എനിക്കൊരു ചായ പറ വേഗം. എനിക്കിപ്പോ ചായ കുടിക്കാൻ തോന്നുന്നു. ഒന്ന് തരാമോ? എനിക്കിന്ന് ധ്യാനം ചെയ്യുമ്പോ ഒരു കാര്യം തോന്നി. അതെന്താന്നറിയാമോ? ഇന്ന് തൊട്ട് ഈ സമയം തൊട്ട് ഈ നഗരത്തിൽ ഒറ്റൊരാളും നുണ പറയാനേ പറ്റില്ല. നിങ്ങൾക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം? എന്തെന്ന് വെച്ചാൽ എന്റെ ആൾ മനസ്സ് പറയുകയാണ്, നുണ കണ്ടുപിടിക്കാൻ വേണ്ടി വെള്ള കാക്ക ഈ നഗരത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ കാക്ക ഇവിടെ തന്നെയുണ്ട്. ആരെങ്കിലും നുണ പറഞ്ഞാൽ കാക്ക വന്ന് കൊത്തും എന്ന് പറയുന്ന കഥ കേട്ടിട്ടുണ്ടോ? ആ കഥ പോലെ തന്നെ ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. ആ കാക്ക ഇവിടെ തന്നെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നതൊക്കെ തീർച്ചയായിട്ടും സംഭവിക്കും. ബാബ, നിങ്ങൾ പറയുന്നതൊക്കെ എങ്ങനെ സത്യമാവാനാ? ഇത് വെറും ഒരു പഴഞ്ചൊല്ലല്ലേ? നോക്കിക്കേ മോനെ, പഴഞ്ചൊല്ലിനും ജീവിതത്തിനും കുറെ ബന്ധങ്ങളുണ്ട്. എന്താ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലേ? എന്നാ നിങ്ങൾ തന്നെ നോക്കിക്കോ. ഞാൻ പറയുന്നതൊക്കെ ഇന്ന് സംഭവിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വെള്ളക്കാക്ക തീർച്ചയായിട്ടും വരും. ശരി മോട്ടുപത്ലു, ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ആ വെള്ളക്കാക്ക വരുന്നോ ഇല്ലെന്ന് നോക്കാം. ശരി എന്തെങ്കിലും ഒരു നുണ പറയൂ. എന്റെ സമോസ ഫുർഫുറി നഗറിൽ മുഴുവൻ മോശമായിട്ടുള്ളതെന്നാണ്. അതെ. മോട്ടപ്പത്തില് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തേ. ഇത് സത്യത്തില് ശരിക്കും ആ വെള്ളക്കാക്കയാണ്. അയ്യോ, ചായക്കടച്ചേട്ടാ, നിങ്ങൾ കള്ളം പറഞ്ഞു. കണ്ടില്ലേ, ദേ വെളുത്ത കാക്ക വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ആ ബാബ പറഞ്ഞത് സത്യമാണ്. അതെ, പക്ഷെ ആ ബാബ എവിടെ പോയിപ്പോ? അതെ ബാബ. ചായക്കടച്ചേട്ടാ, നിങ്ങളുടെ സമൂസയെ ഇതുവരെ ചീത്തയായിട്ടേ ഇല്ല. ഇത്രയും കാലവും എനിക്ക് സ്വാദും പിന്നെ നല്ല ശക്തിയും തന്നത് മുഴുവനും നിങ്ങളുടെ സമൂസ മാത്രമാണ്. രക്ഷിക്കണേ. ഞാൻ ഈ പറഞ്ഞത് മുഴുവനും സത്യമാണല്ലോ. പിന്നെ എന്തിനാ ഈ വെള്ളക്കാക്ക വന്ന് എന്നെ ഇങ്ങനെ കൊത്തുന്നത്? രക്ഷിക്കണേ. ഓ പത്തലു, എന്ന് വെച്ച മോട്ടോ ഇത്രയും നാള് നോണ പറയായിരുന്നല്ലേ? എന്റെ സമോസ ചുമ്മാ വെറുതെ പുകഴ്ത്തി എന്നെ നുണ പറഞ്ഞു കേൾപ്പിക്കുകയായിരുന്നു. ഇതേ നുണ പറഞ്ഞ കാരണമല്ല കാക്ക ഇയാളെ വന്ന് കൊത്തിയത്. അതെന്ന് അല്ല ചായക്കടച്ചേട്ടാ, അല്ല. ഞാൻ നിങ്ങളുടെ സമൂസയെ കുറിച്ച് പറഞ്ഞതൊക്കെ പരമാർത്ഥമാണ്. അതെ. അത് ശരി, ഒരു നുണയുടെ പുറത്ത് മറ്റൊരു നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ മോട്ടു? ഇനി വന്നോണം സമോസ കഴിക്കാൻ. നന്നായിട്ട് കഴിപ്പിച്ചായിരുന്നു ഞാൻ സമോസ. ഇതിന് ശേഷം എന്റെ വെള്ളക്കാക്ക മോട്ടു പത്ലുവിന്റെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്നെ വിട്ടേക്കൂ. വേണ്ട. ഈ മോട്ടുപത്രം എപ്പ എന്റെ മുന്നിൽ കെട്ടിയെടുത്താലും അപ്പൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാണ് എനിക്ക്. നിങ്ങൾ എങ്ങോട്ടപ്പോ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന? ചിങ്കം സാറ് ഒരു വെളുത്ത കാക്ക മോട്ടുവിനെ ഫോളോ ചെയ്യാണ്. നുണ പറയുന്ന സമയത്ത് ആ കാക്ക കൊത്തുന്നുണ്ട്. അത് സത്യമാണ്. എന്റെ അമ്മോ, ഐ ഡോണ്ട് ബിലീവ് ദിസ്. ഇങ്ങനത്തെ ഒരു വെളുത്ത കാക്കയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. വെറുതെ ആവശ്യമില്ലാതെ നുണ പറയരുത്. മോട്ടു, നീ ആ ജോണിനെ കണ്ടിരുന്നു? പറ.
ഇന്നലെ രാത്രി അവൻ ഫുർഫുറ നഗർ ബാങ്ക് എന്ന് പണം മോഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയി. വിടില്ല ഞാൻ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. ഞാൻ കണ്ടില്ല സാറേ, കണ്ടില്ലെന്ന്. ചിങ്കം സാറേ രക്ഷിക്കണേ, കണ്ടില്ലേ, ദേ കാക്ക വന്നു. എന്റെ അമ്മോ, എന്റെ അമ്മോ, ഞാനെല്ലാം കണ്ടു. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ആ കാക്ക നിന്നെ കൊത്തുന്നു. അതിന്റെ അർത്ഥം നീ എന്നോട് നുണ പറഞ്ഞിരിക്കുന്നു. സത്യം പറ, ജോൺ എവിടെ പോയി? ഇല്ല സാറേ, സത്യമായിട്ട് ഞാൻ പറയുക, എനിക്ക് ജോൺ എവിടെയെന്ന് അറിയില്ല. മോട്ടു, നീ കള്ളം പറഞ്ഞത് നിനക്ക് ശിക്ഷ കിട്ടിയിരിക്കണം. നിന്നെ പിടിച്ച് ഞാൻ ജയിലിനകത്ത് ഇടുകയാണ്. ഓക്കേ? എന്റെ മോട്ടു, നീ സത്യം പറയേ, ജോൺ എവിടെയാണ്? ഞാൻ സത്യമാണ് പറയുന്നത് പത്ലു. ഞാൻ ഇതുവരെ നിന്നോട് കള്ളം പറഞ്ഞിട്ടില്ലല്ലോ. കാരണം നീ എന്റെ പ്രിയ കൂട്ടുകാരനായതുകൊണ്ട് മാത്രമാ. ചിങ്കം സാറേ രക്ഷിക്കണേ, പത്ലു രക്ഷിക്കണേ. മോട്ടു, നീ ഇതുവരെ എന്നോട് കളിക്കാന്നാ വിചാരിച്ചത്. പക്ഷെ നീ എന്നോട് നുണ പറയാണ് മോട്ടു. ഇത്ര വർഷമായിട്ട് നമ്മൾ രണ്ടുപേരും വളരെ നല്ല സുഹൃത്തായിരുന്നു. നമ്മുടെ സൗഹൃദം കണ്ടിട്ട് ഫുർഫുറി നഗറിന് തന്നെ അസൂയായിരുന്നു. ഇന്ന് തന്നെ ഞാൻ ഈ ഫോട്ടോ വലിച്ചെറിയാൻ പോവുകയാണ്. ഇനി നമുക്ക് സുഹൃത്തൊന്നും ആവണ്ട മോട്ടു. പത്ലു നിക്ക് പത്ലു, നമ്മളുടെ ഫോട്ടോ കീറി കളയല്ലേ. ഒരു കാക്കയ്ക്ക് നമ്മളെ ശത്രുക്കളാക്കാൻ പറ്റില്ല. നീ ഒന്ന് ആലോചിക്കൂ, ഞാൻ എന്തിനു വേണ്ടിയാ നിന്നോട് കള്ളം പറയേണ്ടത് പത്ലു? സോറി മോട്ടു, ഞാനൊരു ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞത്. സോറി. ആ ചിങ്കം സാറേ, മോട്ടുവിനോട് ക്ഷമിക്കണം. കാരണം മോട്ടു ഒരിക്കലും നുണ പറയാറില്ല. ചിങ്കം സാറേ, നിങ്ങൾ വരൂ. മോട്ടുവിനെ നമുക്ക് ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. അദ്ദേഹം നമ്മളെ സഹായിക്കും. ചേട്ടാ, നിങ്ങൾ എന്താണ് പറയുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കില്ല. കാരണം ഞാൻ സയന്റിസ്റ്റ് ആണ്. ഇങ്ങനെ ഒരു കാക്കായി ലോകത്ത് എവിടെയും ഉണ്ടാകില്ല. അതിന് ചാൻസേ ഇല്ല. ശരിക്കും വിശ്വസിക്കേ. ദേ വന്നു. വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക്. സത്യമാണ്, ഇങ്ങനത്തെ ഒരു കാക്കയുണ്ട്. എന്നെ വിട്ടേക്ക്. ഡോക്ടർ ജഡ്ക, വേഗം വരൂ. വേഗം പുറത്തേക്ക് പോയിട്ട് ആ കാക്കയുടെ രഹസ്യങ്ങളെല്ലാം കണ്ടുപിടിക്കാം. ഒരു വഴിയുണ്ട്, അടുത്തേക്ക് വരൂ. മോട്ടു, നമ്മുടെ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. നമുക്കിടയിൽ ആര് വന്നാലും അത് ശരിയാവില്ല. നമ്മുടെ സുഹൃത്ത് ബന്ധം ആർക്കും തകർക്കാനാവില്ല. അത് ഉറപ്പാണ്. താങ്ക് യു പത്ലു. എന്റെ കൂട്ടുകെട്ടിനെ കുറിച്ച് നീ അവിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ തന്നെ ഇവർ രണ്ടുപേരും ഞാൻ ശത്രുക്കളായി മാറ്റാൻ പോവുകയാണ്. ഓഹോ, ഈ കാക്ക ഒരു റോബോട്ടിക് ക്രോ ആണ്. ഇപ്പൊ ഇതിനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നോക്കിയാൽ നമുക്ക് അയാളെ കണ്ടെത്താം. ഇതെന്താ ഇത്? ആ കാക്കേനെ കൺട്രോൾ ചെയ്യുന്നത് ജോൺ ആണ്. ഒരു മിനിറ്റ്. ചേട്ടാ, മോക്ക് എന്റെ ചങ്ക, എന്റെ ബ്രോ, അതൊരു റോബോട്ടിക് ക്രോ ആണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ജോൺ ആണ്. അവനാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവന്റെ അടുത്താണ് അതിന്റെ കൺട്രോൾ ഉള്ളത്. പത്ലു, ആ വെള്ളക്കാക്ക ജോണിന്റെ റോബോട്ടിക് കാക്കയാത്രേ. അതുകൊണ്ട് ഇനി ഞാൻ ആ കാക്കയെയും ജോണിനെയും വെറുതെ വിടാൻ പോകുന്നില്ല. നീ വേണേ കണ്ടോ. മോട്ടു, ഒന്ന് നിൽക്ക്. ജോണിന്റെ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് ശരിക്കും ആലോചിക്കണം. പക്ഷെ എന്താണത്? എന്താണ്? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. വരൂ, നമുക്ക് ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോവാം. ഒരു പ്ലാൻ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ജോണിനെ പോയി ഒന്ന് കാണാം. ഞാൻ പറയുന്നത് കേൾക്കൂ. സ്നേഹമുള്ള കാക്കേ, ഇന്ന് നീ കാരണം ആ മോട്ടു പത്ലു വളരെ അധികം കഷ്ടപ്പെട്ടു. അത് കാണുമ്പോൾ എന്റെ മനസ്സങ്ങ് സന്തോഷിച്ചു. ഈ കാക്കേനെ വെച്ച് ആ മോട്ടു പത്ലുവിനെ നമുക്ക് വേഗം പിരിക്കാം. ജോൺ, ഞാൻ ഈ നഗരം വിട്ടു പോവാണ്. ഇത്രയും കാലം പത്ലു എന്റെ കൂട്ടുകാരനായിരുന്നു. പക്ഷെ ഇന്നവൻ എന്റെ ഈ കൂട്ടുകെട്ടിൽ ഒട്ടും വിശ്വാസമില്ല. ഇത് സന്തോഷമായ വാർത്തയല്ലേ? അല്ല, എന്താ പറയാൻ വരുന്ന വെച്ചാൽ ഇത് ഭയങ്കര കഷ്ടമായി പോയി. ജോൺ, you are under arrest. മോട്ടു, നീ എന്നോട് കള്ളം പറഞ്ഞു. ജോണിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല എന്ന്. നിങ്ങൾ രണ്ടുപേരും ഇനി ജയിലിലേക്ക് പോകണം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. ചിങ്കം സാറേ, ഞാൻ എന്തിനാ നിങ്ങളോട് കള്ളം പറയുന്നത്? എന്റെ കൂട്ടുകാരൻ എന്നെ വിശ്വാസം ഇല്ലാതായി. അവൻ എന്റെ കൂട്ടുകെട്ട് വേണ്ടത്രേ. അവന്റെ കൂട്ടുകെട്ടില്ല പിന്നെ എന്തോന്ന് ജീവിതം സാറേ?
വാവ് മോട്ടു വാവ്, നീ ഒരു കവിനെ പോലെ സംസാരിച്ചു. കവിതയ്ക്ക് എവിടെയെങ്കിലും പോട്ടെ. ജോൺ, നീ സത്യം പറ. ഇന്നലെ ഫുർഫുറെ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണം നീ എവിടെയാണ് അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് എന്നോട് സത്യം പറ. നീ വെറുതെ നുണ പറയാൻ ശ്രമിക്കണ്ട. നഗരത്തിൽ പറയുന്നത് സത്യമാണോന്ന് അറിയാൻ ഒരു വെളുത്ത കാക്ക വന്നിട്ടുണ്ട്. നീ നുണ പറഞ്ഞാൽ ആ വെളുത്ത കാക്ക വന്ന് നിന്നെ കൊത്തി കൊല്ലും. ചിങ്ങം സാർ, ഞാൻ ഏത് ബാങ്കും കൊള്ളയടിച്ചിട്ടില്ല. എന്റെ അമ്മോ ജോൺ, നീ നുണ പറഞ്ഞു. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ആ കാക്ക എന്തിനാ നിന്റെ തലയ്ക്ക് ഇങ്ങനെ കൊത്തുന്നത്? ഓക്കെ ജോൺ, 2016 നീ നമ്മുടെ ഫുർഫുറെ നഗർ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം അതൊക്കെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇപ്പൊ എന്നോട് സത്യം പറ. ഇത്ര വലിയ ലിസ്റ്റോ? ബാക്കിയുള്ളതൊക്കെ എവിടെ? വേഗം പറ. നിക്ക് നിക്ക്, ഞാനിട്ട പ്ലാനിൽ ഞാൻ തന്നെ കുടുങ്ങിയല്ലോ. ഈ വെള്ളക്കാക്ക കാരണം ഞാൻ കൊള്ളയടിച്ച സ്വർണവും പണവും എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നല്ലോ. അതിന്റെ റിമോട്ട് ഞാൻ എവിടെയോ വെച്ച് മറന്നു. ജോൺ, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ സുഹൃത്തെ, ഇതിന്റെ റിമോട്ട് ഇപ്പോൾ എന്റെ കയ്യിലാണ് ഉള്ളത്. അതെ. എന്ത്? എന്റെ പ്ലാൻ നിങ്ങൾക്ക് ആദ്യമേ മനസ്സിലായോ? അയ്യോ ചിങ്ങം സാർ, നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞില്ലേ? എന്നെ പ്ലീസ് അറസ്റ്റ് ചെയ്യോ. എന്നെ വിട്ടേക്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.